ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയോ നല്ല ഡ്രൈ ആയത് എടുക്കുക. നമ്മളിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്യുന്നില്ല. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 15 വറ്റൽമുളക്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് 2-3 എണ്ണം എക്സ്ട്രാ എടുത്തിട്ട് വറുത്ത് വയ്ക്കാം. പൊടിക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് കറിവേപ്പില, 10-15 മണി ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയത്തിനോ അതിന് താഴെയോ വെക്കാവൂ. തേങ്ങ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ കുറച്ച് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വാളൻപുളി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്താൽ മതിയാവും. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ചായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം. ബാക്കി പുളിയിൽ നിന്ന് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. അതിന് മേലേക്ക് കൂട്ടിയിടരുത്. നമുക്ക് ഈ തേങ്ങയൊക്കെ മൊരിഞ്ഞിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടണം. മുഴുവൻ പുളിയും ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി വേണം. ഒരു 30 സെക്കൻഡ് ഒന്ന് വറുത്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ പുളിയൊക്കെ ഇതിൽ മിക്സായിട്ട് ആ സ്റ്റിക്കിനെസ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് പാകമായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോവും. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി തുടങ്ങി. ഇത് നന്നായി തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട. പൊടിച്ചതിന് ശേഷം കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. രണ്ട് ബാച്ചായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പൊടിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്. നമ്മൾ ഒട്ടും എണ്ണയില്ലാണ്ടാണ് ഇത് വറുത്തെടുത്തത്. എന്നാലും ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഈ തേങ്ങയിലെ എണ്ണയൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാം ഇത് ഒരുമാതിരി കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചമ്മന്തിപ്പൊടിയുടെ രൂപത്തിലേക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഈ സെയിം ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി തന്നെ വേണം. ഒരു 1.5 ഇഞ്ച് സൈസുള്ള ഒരു ഇഞ്ചി കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുത്തിട്ട് വരാം. ബാക്കി ഇപ്പം മിക്സ് ചെയ്യണ്ട. ഒന്ന് രണ്ട് പ്രാവശ്യം മിക്സിയിലിട്ട് അടിക്കുമ്പം തന്നെ ഇത് ഡ്രൈ ആയി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പൊടി ഏകദേശം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിൻ്റെ അടിയിലൊക്കെ ഇത് ഒട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ
അപ്പോൾ അതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാലും ചെറിയ കട്ടകളൊക്കെ കാണാം, പക്ഷെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. അതങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യും. നേരത്തെയുള്ള ആ എണ്ണയൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഈ ഉള്ളിയും ഇഞ്ചിയും കൂടെ അബ്സോർബ് ചെയ്തു. ഇത് നമ്മുടെ നേരത്തെയുള്ള പൊടിയായിരുന്നു. അതിപ്പോൾ ഈ രീതിയിലായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടിൻ്റെയും വ്യത്യാസം കാണാം. ഈ രീതിയിൽ ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് ഉണ്ടാക്കി വെച്ചാൽ ഇത് കേടാവില്ല. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇതൊരു 3 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഈ പൊടി നന്നായിട്ട് തണുപ്പിച്ച ശേഷം നമുക്കൊരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ജാറിൽ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ചമ്മന്തിപ്പൊടിയുടെ ജാറിലേക്ക് ഇടുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും 123 തോട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.